നമ്മൾ ചെറുപ്പത്തിൽ പ്രണയിച്ച എത്ര ആൾക്കാരെ നമ്മൾ ഒരിക്കലും കാണില്ല വിചാരിച്ചിട്ട് വലുതായി കഴിഞ്ഞിട്ട് കാണാൻ സാധ്യതയുണ്ട്. പാസ്റ്റ് ലൈഫ്സ് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഒരു കഥയാണ്. അതായത് സൗത്ത് കൊറിയയിൽ ജീവിക്കുന്ന ആൾക്കാർ, അതിലൊരു പയ്യനുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഒരുമിച്ചാണ് സ്കൂളിൽ പോവുക, തിരിച്ച് വരിക, ഭയങ്കര സ്നേഹമാണ്. പ്രണയം എന്നുള്ള രീതിയിലല്ല, വളരെ നല്ല കൂട്ടുകാരാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്, പയ്യൻ അവിടെ. പിന്നെ ഇവരൊക്കെ വലുതായി. ഇവളൊരു എഴുത്തുകാരിയാണ്. അയാൾ എൻജിനീയറിംഗ് പഠിക്കുകയാണ്. ഇവൾ ന്യൂയോർക്കിലേക്ക് വരികയാണ്. അങ്ങനെ ഓൺലൈൻ ഇവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്, സംസാരിക്കുകയാണ്. പിന്നെ അവരുടെ ജീവിതം ഓരോ വഴിക്കിങ്ങനെ പോവുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ ഈ പയ്യൻ വരികയാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ പലപ്പോഴും ഒരു ആൺകുട്ടി പെൺകുട്ടി, ഒരാണ് പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും അതിലൊരു ആ റിലേഷൻഷിപ്പിന് ചില ജഡ്ജ്മെൻ്റലായിട്ട് നമ്മൾ ചില കാണും. പക്ഷെ അതിലൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ലൈക്കിങ്. കാരണം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ സിനിമയിൽ തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാളെ കാണുന്ന സമയത്ത്, അതായത് ആ പെൺകുട്ടിയുടെയും ആ രണ്ട് പേരുടെയും ജീവിതത്തിൻ്റെ ഒരംശമാണ് മറ്റാൾ. അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ്, ലവേഴ്സ് ഒന്നുമല്ല. പക്ഷേ അവർ രണ്ടും ഇൻസെപ്പറബിളായിട്ടുള്ള രണ്ട് പേർക്കും അവരുടെ ചെറുപ്പകാലത്ത്. ഇപ്പം എനിക്ക് ആരെങ്കിലും ഒരാളെ എൻ്റെ ചെറുപ്പത്ത് നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ എത്ര വയസ്സായാലും ആ വ്യക്തിയെ ഞാൻ കാണാതിരുന്നാലും എൻ്റെ ചെറുപ്പകാലത്തേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ കംപ്ലീറ്റ് ആക്കുന്ന വേറൊരാളാണത്. നമ്മളെ പലപ്പോഴും കംപ്ലീറ്റ് ആക്കുന്ന വേറെ പല ആൾക്കാരും. അത് എല്ലാ സമയത്തും നമ്മളെടുത്തില്ല. ഇപ്പം ഞാൻ ദുബായിൽ ജീവിച്ച കാലത്ത് വളരെ ക്ലോസ് ആയിരുന്ന ആൾക്കാർ എൻ്റെ ആ ഓർമ്മയെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ദേ കംപ്ലീറ്റ് മൈ മെമ്മറി. അങ്ങനെ നമ്മൾ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് നമ്മളെ ജീവിതത്തിൽ കിടക്കുന്ന ആ ഫ്രാഗ്മെൻറ്റ്സിനെയൊക്കെ ഒന്നിപ്പിക്കാൻ പറ്റുന്ന പല റിലേഷൻഷിപ്സ് നമ്മളെ ജീവിതത്തിലുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഇങ്ങനത്തെ ഒരു സിനിമ. ഇറ്റ്സ് നോട്ട് വെരി ഫാസ്റ്റ്, പക്ഷേ വെരി ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇംഗ്ലീഷും കൊറിയൻ ഭാഷയും കൂടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ കൊറിയൻ ഭാഷ അറിയുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സബ് ടൈറ്റിലുണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈവ്സ് നെറ്റ്ഫ്ലിക്സിലാണുള്ളത്.